Hi, welcome back. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ടാണ്. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അതിൻ്റെ സിലബസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ, ജസ്റ്റ് നമുക്ക് സിലബസിലൂടെ കവർ ചെയ്ത് പോവാം. സോ ദാറ്റ് നമ്മളെപ്പോഴും സിലബസ് വെച്ച് പഠിച്ചാൽ മാത്രമേ എക്സാമിന് എവിടെ നിന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ചെറിയ വാക്കായിരിക്കും അതിൽ നിന്ന് ചോദിക്കുന്നത്, അത് മേ ബി എസ് എ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ ഒരു ടോപ്പിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, എല്ലാം വി ഹാവ് ടു കവർ ഇറ്റ്. സോ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് വണ്ണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. അതിനകത്ത് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പല ടൈപ്പ് ബേസ്ഡ് അപ്പോൺ ദ പേർപ്പസ്, പിന്നെ ഫോമലാണ്, ഇൻഫോമലാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ, ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറഞ്ഞു. ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നത് അതാണ്. ആൻഡ് ദെൻ വി ഹാവ് ടു ലേൺ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ, ദെൻ ഹെൽത്ത് ബിലീഫ് മോഡലിൻ്റെ കോൺസെപ്റ്റ്സ്, അതിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് ദ വേസ് ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ, ദെൻ സ്റ്റെപ്സ് ഓഫ് ബിഹേവിയറൽ ചേഞ്ച്, ദെൻ ടെക്നിക്സ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചിൻ്റെ, അതായത് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ് BCC ആക്ടിവിറ്റി. നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ് ബിഹേവിയറൽ ചേഞ്ചും ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്പുകളും. സോ ദിസ് ടൈം നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാനേ പോകുന്നില്ല. ഓക്കെ, ഇത് ആൻഡ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രാറ്റജീസ്, ദ ടെക്നിക്സ് ടു കളക്ട് സോഷ്യൽ ഹിസ്റ്ററി ഫ്രം ക്ലയൻസ്, എങ്ങനെയാണ് അവരിൽ നിന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യുക, ആൻഡ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ദ മെത്തേഡ്സ് ടു ഓവർകം ഇറ്റ്. ലാസ്റ്റ് ഹെൽത്ത് പ്രൊമോഷന്, ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, പിന്നെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, ഇത്രയാണ് വരുന്നത്. ടോട്ടൽ കുഹാസ് നമുക്ക് 6 മണിക്കൂറാണ് പഠിപ്പിക്കാനായിട്ട് തന്നേക്കുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും, അത്രയൊന്നും വേണ്ട. ആൻഡ് നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. സോ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ബിഹേവിയറൽ ചേഞ്ച്. ഇതിനകത്ത് സ്റ്റെപ്സാണ് പഠിക്കാനുള്ളത്. എങ്കിൽ പോലും നമ്മൾ ഡെഫിനിഷൻ ആദ്യം എഴുതണമല്ലോ. ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടാക്കുന്ന ചേഞ്ചാണ്. അതായത് ഞാനിപ്പം എനിക്കിപ്പം എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരാം. സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്മോക്കിങ് നിർത്താം. ആൻഡ് അൺഹെൽത്തി ആയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. അതായത് നമ്മുടെ ഹാബിറ്റിലുണ്ടാക്കുന്ന ചെറിയ ചേഞ്ച് പോലും കുറേ നാളത്തേക്ക് ലോങ് ടേമിലത്തേക്ക് നല്ലതാണ്. ആൻഡ് ഈ ചേഞ്ചസ് ഒരുപാട് ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഓൾട്ടറിങ് ദ ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് എൻ individual for a long term, and small change can cause alteration in the life of people's health. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സ്മോക്കിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത്, നന്നായിട്ട് ഉറങ്ങുന്നത് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇനി സ്റ്റേജസ് ഓഫ് ബിഹേവിയറൽ ചേഞ്ച്. ശരിക്കും ബിഹേവിയറൽ ചേഞ്ച് ആണെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം വരുത്തി 5 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് പ്രീ കണ്ടംപ്ലേഷൻ, രണ്ടാമത്തത് കണ്ടംപ്ലേഷൻ, മൂന്നാമത്തത് പ്രിപ്പറേഷൻ, നാലാമത്തത് ആക്ഷൻ സ്റ്റേജ് ഉണ്ട്, അഞ്ചാമത്തെയാണ് മെയിൻ്റനൻസ്. പ്രീ കണ്ടംപ്ലേഷൻ എന്ന സ്റ്റേജിൽ അവർക്ക് അറിയില്ല, അതായത് അവർക്ക് പ്രോബ്ലം ഉണ്ടെന്ന്, ബിക്കോസ് ദേ ആർ അൺഅവെയർ ഓഫ് ദ പ്രോബ്ലം. ആൻഡ് കണ്ടംപ്ലേഷനിൽ ദേ ആർ അവെയർ ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഇസ് റെഡി ഫോർ എ ഡിസയേർഡ് ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത്തെയാണ് പ്രിപ്പറേഷൻ. അതിന് അനുസരിച്ചുള്ള ആക്ഷൻസ് അവർ എടുക്കുകയാണ്. ആൻഡ് ആക്ഷൻ ഫേസിനകത്ത് ശരി ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് എടുക്കാൻ അവർ മാനസികമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. ആക്ഷൻ ഫേസിൽ റെഡി ആയിട്ട് അവർ അത് നടത്തുക, പ്രാക്ടീസ് ഓഫ് ദ ഡിസയേർഡ് ആക്ഷൻ. അഞ്ചാമത്തത് മെയിൻ്റനൻസ് ഫേസ്. ഇത് നമ്മൾക്ക് ഉണ്ടായ ബിഹേവിയറൽ ചേഞ്ചിനെ കുറേ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് റിലാപ്സ് സ്റ്റേജ്, ആൻഡ് മേ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് സ്റ്റേജ്. തിരിച്ച് മേ ബി ഫസ്റ്റ് സ്റ്റേജിലോട്ട് വീണ്ടും പോവാം. ആൻഡ് സോ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഓൾട്ടറിങ് ഹാബിറ്റ് അതേപോലെ തന്നെ ബിഹേവിയർ ഫോർ എ ലോങ് ടേം. ആൻഡ് ഷോർട്ട് ചേഞ്ചസ്, സ്മോൾ ചേഞ്ചസ് പോലും എനോർമസ് ആയിട്ടുള്ള പീപ്പിൾ ഹെൽത്തിനെയും ലൈഫ് എക്സ്പെക്റ്റൻസിയെയും ബാധിക്കാം. ഓക്കെ, എക്സാമ്പിളാണ് സ്മോക്കിംഗ് സെസേഷനൊക്കെ. ആൻഡ് സ്റ്റെപ്സിനകത്ത് വരുന്നതാണ് പ്രീ കണ്ടംപ്ലേഷൻ, പ്രിപ്പറേഷൻ, then action and maintenance.
ഓക്കെ. ഇനി ബിഹേവിയറൽ ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ. ഈ ബിഹേവിയറൽ ചേഞ്ച് ആണിപ്പം നമ്മൾ പഠിച്ചത്. അടുത്തത് ബിഹേവിയറൽ ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ മാറിപ്പോകരുത്. അതായത് ഇതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആരുമായിട്ട്? നമ്മുടെ കമ്മ്യൂണിറ്റീസുമായിട്ട്. സോ ഇറ്റ് ഈസ് ഞാൻ വായിക്കാറ്. ഇറ്റ്സ് എൻ interactive process with the communities to develop a specific message or a method using a variety of communication rules of pathways to develop a positive behavior and maintain individual or community behavioral change. സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മെസ്സേജസ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. കൊടുക്കുന്നത് ഒരുപാടായിട്ടുള്ള റൂട്ട്സ് വഴി നമുക്ക് ഈ മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയൊക്കെയാണ്, എന്താണ് ഈ BCC, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഇൻഫർമേഷൻ, മൂന്നാമത്തെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, മൂന്നാമത്തെ സോഷ്യൽ പ്രഷർ, നാലാമത്തെ മോട്ടിവേഷൻ, അഞ്ചാമത്തെയാണ് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വാല്യൂസ്, ബിലീഫ്സ്, നമ്മുടെ മോറൽ വാല്യൂസ് എല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ നമ്മൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മൂന്നാമത്തെയാണ് സോഷ്യൽ പ്രഷർ. ഇപ്പം തന്നെ TB ഉള്ള പേഷ്യൻറ്റിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് പേഷ്യൻറ്റിന് TB എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രഷർ കാരണം അവരെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കും. ഓക്കെ. പിന്നെ മോട്ടിവേഷൻ, അവർക്ക് കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാനും അസുഖത്തിന് മാറ്റാനും ഉള്ളൊരു പോസിറ്റിവിറ്റി. റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു വീട്ടിൽ പോയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു, ഡയബറ്റീസ് മാറ്റാനും ഹൈപ്പർ ടെൻഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ. ഇനി മീൻസ് എങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും കൃത്യമായിട്ടുള്ള സ്ലീപ്പിലൂടെയും ഫോളോ അപ്പിലൂടെയും എല്ലാം ചെയ്യാൻ പറ്റും. ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ ആയിട്ടുള്ള ബ്രീതിങ് എക്സസൈസിലൂടെ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീണ്ടും പോയി ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അടുത്തയാണ് സ്റ്റെപ്സ് ഇൻ ബിഹേവിയറൽ ചേഞ്ച്. ഇതാണ് മാറിപ്പോരുന്നത് ഞാൻ പറഞ്ഞത്. ആദ്യത്തെയാണ് സ്റ്റേറ്റ് പ്രോഗ്രാം ഗോൾസ്. ആദ്യം ഞാനൊരു പ്രോഗ്രാം ഗോൾസ് സ്റ്റേറ്റ് ചെയ്യും. രണ്ടാമത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്യും. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് പ്രോഗ്രാം ഗോൾസ്, രണ്ടാമത്തത് ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മൂന്നാമത്തത് ടാർഗറ്റ് പോപ്പുലേഷനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ളത് കുഞ്ഞുങ്ങൾക്കാണ്. അങ്ങനെ ഞാൻ ടാർഗറ്റ് പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. അടുത്തത് കണ്ടക്റ്റീവ് ഫോർമേറ്റീവ് BCC അസസ്മെൻറ്റ്. അപ്പം തന്നെ BCC അസസ്മെൻറ്റ് ഞാൻ നോക്കും 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എത്ര സ്ത്രീകളാണ് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതെന്ന് അസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അസസ്മെൻറ്റാണ് ചെയ്യുന്നത്. അടുത്തത് സെഗ്മെൻറ്റ് ടാർഗറ്റഡ് പോപ്പുലേഷൻ. 2 സെഗ്മെൻറ്റായിട്ട് പറയാം. പ്രൈമറി ആയിട്ടുള്ള പോപ്പുലേഷനുണ്ട്, സെക്കൻഡറി പോപ്പുലേഷനുണ്ട്. അതായത് പ്രൈമറി പോപ്പുലേഷനിൽ ഓൾറെഡി അവർക്ക് ഇപ്പം നമ്മൾ നേരിട്ടായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സെക്കൻഡറി പോപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരിൽ നിന്നും അവർ പോയി ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നതാണ് സെക്കൻഡറി പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു, പ്രൈമറി പോപ്പുലേഷനോട് സെക്കൻഡറി പോപ്പുലേഷനോട് ഇവരെ നമുക്ക് സെഗ്മെൻറ്റ് ആക്കാം. നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരും ആൻഡ് ബാക്കിയുള്ളവരിലോട്ട് അവർ പോയി പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഡിഫൈൻ ചേഞ്ച് ഒബ്ജക്റ്റീവ്. എന്താണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഡിഫൈൻ ദ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോഡക്റ്റ്. എങ്ങനെയൊക്കെയാണ് ഹെൽത്ത് ടോക്ക് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അവെയർ ആവുക. ദെൻ പ്രീ ടെസ്റ്റ്, അതായത് ഇപ്പം എങ്ങനെ ആഹാരത്തിൽ ക്രമീകരിക്കാം, നിങ്ങൾ അമ്മ എങ്ങനെയാണ് പ്രമേഹം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഭക്ഷണത്തിൽ എന്ത് മാറ്റങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഒന്ന് ചോദിക്കുക. അത് മുമ്പേ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക എത്രത്തോളം അറിവാണ് അവർക്ക് ഉള്ളതെന്ന്. ചിലവർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പറയും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും അതിന് പകരം നമ്മൾ ആദ്യം അവരുടെ അടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യുക, എന്താണ് അമ്മ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വന്നാൽ അതൊക്കെ. ദെൻ ഇംപ്ലിമെൻ്റ് ആൻഡ് മോണിറ്റർ, ഇവാലുവേറ്റ്, പിന്നെ അനലൈസ് ആൻഡ് പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നത്.
ഓക്കെ, ഇംപ്ലിമെൻ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീഡ്ബാക്കാണ്, അത് മസ്റ്റ്. അപ്പോൾ ആദ്യത്തേത് സ്റ്റേറ്റ് പ്രോഗ്രാം ഗോൾസ്, ദെൻ ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദെൻ ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് പോപ്പുലേഷൻ, കണ്ടക്റ്റീവ് ഫോർമേറ്റീവ് VCC അസസ്മെൻറ്റുകൾ നടത്തുക, പിന്നെ ടാർഗറ്റ് പോപ്പുലേഷനെ സെഗ്മെൻറ്റുകളാക്കുക, പിന്നെ നമുക്ക് പ്രൈമറി പോപ്പുലേഷൻ്റെ കാര്യം സെക്കൻഡറി പോപ്പുലേഷൻ്റെ കാര്യം ഡിഫൈൻ ചെയ്യാം. ദെൻ ഡിഫൈൻ ദ ചേഞ്ച് ഒബ്ജക്റ്റീവ്, എന്ത് ചേഞ്ചാണോ വരുത്താൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഡിഫൈൻ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഓൾറെഡി നമ്മൾ പറയുന്നത് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ്, അതിൻ്റെ കൂടെ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ നോക്കാം. സോ ആദ്യം എന്താണ് സ്റ്റേറ്റ് പ്രോഗ്രാം ഗോൾസ്, ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദെൻ ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് പോപ്പുലേഷന്, ദെൻ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടക്റ്റീവ് ഫോർമേറ്റീവ് VCC അസസ്മെൻറ്റുകൾ നടത്തുക, ആൻഡ് സെഗ്മെൻറ്റ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ, പ്രൈമറി പോപ്പുലേഷൻ ആൻഡ് സെക്കൻഡറി പോപ്പുലേഷൻ്റെ കാര്യം, ആൻഡ് ഡിഫൈൻ ചേഞ്ച് ഒബ്ജക്റ്റീവ്, ഡിഫൈൻ സോഷ്യൽ ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോഡക്റ്റ് മീൻസ് ഡെവലപ്പ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ പ്രോഡക്റ്റ് മീൻസ് എങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് ടോക്ക് കൊടുക്കേണ്ടത്, അതിന് വേണ്ടി നമ്മൾ കുറേ വീഡ്സ് ഉപയോഗിക്കുന്നത് അതല്ല. ദെൻ മുമ്പേ ടെസ്റ്റ് ചെയ്യുക, പ്രീ ടെസ്റ്റ് ചെയ്യുക, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് ചെയ്യുക, ആൻഡ് ഫൈനലി അനലൈസ് ദ ഫീഡ്ബാക്ക് ഓഫ് റിവൈസ്. ഓക്കെ, അനലൈസ് ഫീഡ്ബാക്ക് ആൻഡ് റിവൈസ്. ഇനി സ്റ്റെപ്സ് ഇൻ BCC പ്രോസസ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി. ഒന്നാമത്തത് എങ്ങനെയാണ് നമുക്ക് BCCനെ ഡെവലപ്പ് ചെയ്യുക, ഡെവലപ്പിംഗ് സ്റ്റെപ്പ് ഓഫ് BCC. രണ്ടാമത് പറയുന്നതാണ് സ്റ്റെപ്സ് ഇൻ ദ BCC പ്രോസസ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റി. അതിനകത്ത് വരുന്നതാണ് അനാലിസിസ്, സ്ട്രാറ്റജിക് ഡിസൈന്, പ്രീ ടെസ്റ്റിംഗ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിവിഷന്. അനാലിസിസ്, സ്ട്രാറ്റജിക് ഡിസൈന്, പ്രീ ടെസ്റ്റിംഗ്, പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് റിവിഷൻ. ഓക്കെ, ഇനി എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്നത്? മേ ബി നമ്മൾ പറയുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവണമെന്നില്ല. രണ്ടാമത്തത് വളരെ കുറച്ച് ഏവിയേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇതെല്ലാം അവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് നോക്കാം ഒന്നും കൂടി. ജസ്റ്റ് എന്താണ് സിലബസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം ബിഹേവിയറൽ ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞു, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ടെക്നിക്സ് പറഞ്ഞു, ആൻഡ് സ്റ്റെപ്സ് പറഞ്ഞു. ടെക്നിക്ക് എന്തായിരുന്നു? മറ്റേ ഇൻഫോർമേഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് അതെല്ലാം. അപ്പം തന്നെ നമ്മൾ 1, 2, 3 ടോപ്പിക്കോളം കഴിഞ്ഞു. പറ്റും. തൽക്കാലത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ടാറ്റാ.